എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചിലയിടത്ത് പെരുന്നാളിന് ദിവസത്തിന് വ്യത്യാസമുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് പെരുന്നാളുണ്ട്, നാളെയും പെരുന്നാളുണ്ട്, പിന്നെ അവധികളുണ്ട് ഇല്ല, അതുമായി ബന്ധപ്പെട്ട അതൊക്കെ അങ്ങനെ പോകുന്നു. കുട്ടികളുടെ വെക്കേഷൻ തുടങ്ങി. ഇനി 2 മാസം അവരുടെ സമയമാണ്. എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ നോക്കുക. ഇടയ്ക്കൊക്കെ കളിക്കാനൊക്കെ പോയാലോ, ഇപ്പോഴത്തെ കാലം അത്ര മോശമാണ്. അപ്പം അവർ നമ്മൾ അന്വേഷിക്കേണ്ട സമയത്ത് അവർ നന്നായിട്ട് അന്വേഷിക്കണം. ഇവിടെയൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്പലത്തിലെ പിന്നെ പടക്കം പൊട്ടിച്ചതിൻ്റെ ബാക്കിയൊക്കെ അവിടെ കിടന്നത് കൊണ്ടുവന്നിട്ട് ആ ഉച്ച സമയത്ത് അവർ കളിക്കുന്നിടത്തിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചു. അങ്ങനെ മുതിർന്നവരൊക്കെ കണ്ടവരൊക്കെ വഴക്ക് പറഞ്ഞു. കാരണം ഉച്ച സമയമാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു പോയാൽ അല്ലേ. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ സംഭവിക്കും. പിന്നെ ഞാൻ നോക്കി അവിടെ മിക്കവാറും കുട്ടികളുടെ കയ്യിൽ ഫോണുണ്ട്. എല്ലാവരും കുറച്ച് സമയമൊക്കെ കളിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫോണിൽ നോക്കും. ഒരാളുടെ കയ്യിൽ ഫോണാണെങ്കിൽ ചുറ്റും ഒരു 10 പേരെന്നുള്ള രീതിയിൽ കുട്ടികളുണ്ട്. അങ്ങനെയാണ് അവരിപ്പോൾ അവരുടെ വെക്കേഷൻ എൻജോയ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ആസ് എ ടീച്ചർ ഞാൻ പറയുകയാണ്, ചില കുട്ടികൾ ഈ ഒരു സമയം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നുമല്ല, ചിലർക്ക് ഈ അക്ഷരങ്ങളുടെയൊക്കെ ഒന്ന് തറവാകാനോ, അപ്പോൾ മാത്സിൻ്റെയൊക്കെ പട്ടികകളൊക്കെ ഒന്ന് തറവാകാനോ ഒക്കെ ഇത്തിരി താമസം ഉള്ള കുട്ടികൾ കാണും, ഇത്തിരി പുറകോട്ട് നിൽക്കുന്നത്. അപ്പം മിക്കവാറും എല്ലാ ട്യൂഷൻ സെൻ്ററിലും വെക്കേഷൻ ക്ലാസ് ജൂൺ ആദ്യത്തെ ബുധനാഴ്ച തന്നെ തുടങ്ങുകയാണ് ചാൻസ്. അത് അങ്ങനെ വിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലാസ്സിന് പോകാം. കാരണം അവർക്കൊരു പഠിത്തം എന്നുള്ളൊരു ടച്ച് പൂർണ്ണമായിട്ടും വിട്ടുപോകാൻ അനുവദിക്കരുത്. അവർ കളിച്ചോട്ടെ, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ അവർക്ക് പഠിക്കാനുള്ള സമയം കൊടുക്കണം. ആ ബാക്കിയുള്ള സമയത്ത് അവർ കളിച്ചോട്ടെ. അല്ലാതെ പൂർണ്ണമായിട്ടും കളി എന്ന ചിന്തയിലേക്ക് അവരെ വിടരുത്. അത് നന്നായി ദോഷം ചെയ്യുന്ന കാര്യമാണ് അവരുടെ പഠനത്തെ. നമ്മളോർക്കും വെക്കേഷനല്ലേ, പോട്ടെ കളിക്കട്ടെ, ഇത്ര നാൾ പഠിച്ചില്ല. ഇത്ര നാൾ അവരങ്ങനെ വലിയ പഠിത്തമൊന്നും പഠിച്ചിട്ടില്ല. അതൊന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെക്കേഷനാണ് എന്ന് കരുതി നമ്മളവരെ പൂർണ്ണമായിട്ടും കളിയുടെ ലോകത്തേക്ക് മാത്രം വിടരുത്. അവർക്ക് പഠിക്കുക. പിന്നെ ഈ കളികൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കുറേ കളികളൊക്കെ ഉണ്ടല്ലോ, ചെസ്സിൻ്റെ ആയാലും ക്യാരംസിൻ്റെ ആയാലും അങ്ങനെയൊക്കെയുള്ള ഇച്ചിരി ബുദ്ധിപരമായ രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ ഇപ്പം ഷട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കളികൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യമൊക്കെ കൊടുക്കുക. പിന്നെ നമ്മുടെ കൺവെട്ടത്ത് ആണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം. അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇരുന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള കളികളിൽ ഏർപ്പെടാം. ഫോൺ ഒരു കാരണവശാലും ഈ കളിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ കൊടുത്തു വിടാതിരിക്കുക. ഫോൺ വേണ്ട കുട്ടികൾക്ക്, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അത്ര ആവശ്യം പറയുകയാണെങ്കിൽ ഒന്ന് കോൾ വിളിക്കാനും എടുക്കാനും പറ്റുന്ന രീതിയിലൊരു ഫോൺ വാങ്ങിക്കൊടുക്കുക. പിന്നെ നമുക്ക് പറയാൻ പറ്റുള്ള ഓരോ രക്ഷിതാക്കൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അവർക്ക് കുട്ടികളോടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് പക്ഷേ നിങ്ങൾ സ്നേഹിച്ചോളൂ, അവരുടെ ഇഷ്ടം നടത്തി കൊടുത്തോളൂ. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം നാളെ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി മാറരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. 10ലോട്ട് പോകുന്നവർ കാണും, +1 +2 അങ്ങനെയൊക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു 2 മാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീടൊന്ന്, നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ഈ ഒരു സമയത്ത് അതിന് ക്ലാസ് എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഗ്രാമർ, ഇതിന് രണ്ടിനും അവരെ അയക്കുന്നത് കൊണ്ട് നല്ലതാണ്. വെറുതെ ഒരു 2 മാസം വേസ്റ്റാക്കി കളയില്ല. നിങ്ങളവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ലോകത്ത് ജീവിക്കും. പിന്നീട് ഇവർക്ക് സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ ആകെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകും. പിന്നെ ചിലർ പറയും അങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഫീസ് എന്ന് പറയുന്നത് ഒന്നും അല്ല. എനിക്ക് എൻ്റെ ഒരു അറിവിൽ വെച്ച് ഞാൻ പറയാണ്, പണ്ട് കാലത്ത് നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് എത്രയോ ഇരട്ടി വരുമാനം നമുക്കിപ്പോൾ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടും.
നിസ്സാരം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ വീടിൻ്റെ പണിക്കൊക്കെ വരുന്ന 900, 1000 ഒക്കെ വീതം വെച്ചാണ് ഒറ്റ ദിവസത്തെ കൂലി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒറ്റ ദിവസത്തെ ആ ഒരു വരുമാനം മതിയാകും ചെറിയ രീതിയിൽ ഉള്ള ഒരു ക്ലാസ്സിൽ അവർക്ക് പങ്കെടുക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്തുള്ള കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിക്കണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സമയം കണ്ടെത്തി അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. നിങ്ങളിപ്പോൾ നിങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അറിവില്ല എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. നിങ്ങൾക്ക് ആ അറിവുണ്ട്, അവരെക്കാട്ടിലും ബുദ്ധി നിങ്ങൾക്കുണ്ട്. പഴയ കാലത്തെ പഠിത്തത്തിന് അങ്ങനെ ഒരു പവറുണ്ട്. അത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അമ്മ എൻ്റെ അച്ഛനുമൊക്കെ നന്നായിട്ട് കണക്ക് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് 2 പേർക്കും നന്നായിട്ട് കണക്കറിയാം. അതുപോലെ തന്നെ അനിയനും അത് ആ ഒരു കണക്കിൻ്റെ ആ ഒരു പവർ കിട്ടിയിട്ടുണ്ട്. എനിക്കേ ഉള്ളൂ കണക്കിൽ അത്ര ഇതില്ലാത്തത്. പക്ഷെ നമ്മൾ കണക്ക് കൈകാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മനസ്സങ്ങ് ശരിയായി. നമ്മൾ മനസ്സിലിങ്ങനെ പഴയ ആളുകൾ പെട്ടെന്നാണ് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചിന്തിക്കുക, അച്ഛനും ഒക്കെ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം ആ ഒരു പവർ മാത്രം നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കും. ചിലർക്ക് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരുണ്ട്, ഹിന്ദി അറിയാവുന്നവർ കാണും. നമ്മളിപ്പം ജോലി സ്ഥലത്ത് പോകുമ്പം അവിടെ നിന്ന് പഠിച്ച ഏതെങ്കിലുമൊക്കെ ഭാഷകൾ അറിയാവുന്നവർ കാണും. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചേ അറിയുള്ളൂ. അറിവ് ശരിയാണെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് അത് ശരിയായ അറിവാണെങ്കിൽ, ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഒരു വാക്കെങ്കിൽ ഒരു വാക്ക് അത് നിങ്ങളുടെ കുട്ടി പഠിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ്. വെറുതെ ഈ 2 മാസം വെറുതെ കളയല്ല. ട്യൂഷൻ സെൻ്ററിലൊക്കെ നമ്മൾ വെക്കേഷൻ ക്ലാസ് വെച്ചാൽ കുറേയധികം കുട്ടികൾ വരാറുണ്ട്. നമ്മൾ PTAക്കൊക്കെ പറയുന്നത്, പ്രത്യേകിച്ചും വരുന്നതെന്ന് വെച്ചാൽ ഈ 10ാം ക്ലാസ്സുകാരാണ് കൂടുതലും വരുന്നത്. പിന്നെ ചില ചെറിയ കുട്ടികളുണ്ട്. ഞാനങ്ങനെ ആ കൊച്ചു കുട്ടികൾ വരുമ്പോൾ ഞാൻ വിചാരിക്കും, ഈ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ചിന്തയുണ്ട്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചിന്തയുണ്ട്. ആ ചിന്ത കൊണ്ടാണ് ഇവരെ ഈ പ്രായത്തിലായാലും നമുക്ക് പഠിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്. ഇല്ലാതെ ചില മാതാപിതാക്കൾ ചിന്തിക്കും, 2 മാസം രക്ഷപ്പെട്ട് കയ്യിൽ നിന്നൊന്നും പോവില്ല, ഫീസൊന്നും കൊടുക്കണ്ട, അവർ കളിക്കട്ടെ, പഠിക്കാനുള്ളവരങ്ങ് പഠിച്ചോളൂ. ഇങ്ങനൊന്നുമല്ല. കാരണം നാളെ നമ്മളിപ്പം മാമ്പൂ കൊണ്ട് കൊതിക്കരുത് എന്ന് പറയുന്ന പോലെ മക്കളെ കൊണ്ട് കൊതിക്കരുത് എന്നാണ്. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. നാളെ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ എന്നെ പഠിപ്പിച്ചില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ചോദിക്കരുത്. അപ്പോൾ എന്തായാലും ഈ 2 മാസം കുട്ടികളെ പൂർണ്ണമായിട്ടും അവരുടെ ഇഷ്ടത്തിന് വിടരുത്. അവർക്കറിയാൻ വയ്യ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. വേറെ നമുക്ക് ഇപ്പം വേറെ പുസ്തകത്തിലെ കാര്യങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ഒന്നും പഠിക്കുന്നതല്ല. ചിലർക്ക് ആ അടിത്തറ നന്നായിട്ടും ക്ലിയർ ആവാനുണ്ട്. അത് എല്ലാ ഭാഷയുടെ ആയാലും ഈ മാത്സിൻ്റെ ആയാലും ഒക്കെ. അപ്പം കുറേ കാര്യങ്ങൾ അടിസ്ഥാനമായി പഠിക്കാനുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മുന്നോട്ടുള്ള പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ പഠിക്കാനും എളുപ്പമായിരിക്കും. അതുകൊണ്ട് ആ അടിത്തറ കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ 2 മാസം കാര്യമായി ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടെ, കൊച്ചു കുട്ടികളുണ്ടല്ലോ, അംഗനവാടിയിലൊക്കെ പോയിട്ട് ഈ ജൂൺ മുതൽ സ്കൂളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ 2 മാസം അവരുടെ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. കാരണം അവർക്ക് പുതിയൊരു അനുഭവമാണ് ഈ സ്കൂള് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് അടുത്ത കുട്ടികൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞവരോ അല്ലെങ്കിൽ +2 ആയിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികളായിരിക്കണം, പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഇവരെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചൊന്ന് ക്ലിയർ ചെയ്യുക. കാരണം സ്കൂളിലേക്ക് പോകുമ്പോൾ ചിലപ്പം ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് കാണാം അവർക്ക്. ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ആശാങ്കളരി ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ ഇത്ര വരെ ഉള്ള കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമേ സ്കൂളിലേക്കുള്ള തയ്യാറെടുപ്പിന് ആയിട്ട് രക്ഷിതാക്കളോട് പറയുകയുള്ളൂ. കണക്ക് വരെ പഠിക്കും, അത് പട്ടിക വരെയാണ് നമ്മളവിടെ
പറയുന്നത്. അതിനുശേഷം നന്നായിട്ടത് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പഠിപ്പിച്ചു കൊടുക്കും. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചെറിയ ചെറിയ കണക്കുകൾ. അങ്ങനെ ആ ഒരു ലെവൽ വരെയും പഠിപ്പിച്ചതിന് ശേഷമാണ് സ്കൂളിലേക്ക് വിടുന്നത്. അതാ അന്നത്തെ കാലം. പക്ഷേ ഇന്നത്തെ കാലം എന്ന് പറയുമ്പം കുട്ടികൾക്ക് കൂടുതൽ അങ്ങനെ അറിവില്ല. ചിലർക്ക് വീട്ടുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ട് അവർ കുറേയൊക്കെ പഠിച്ചൊക്കെ പോവും. പക്ഷേ ചിലർക്ക് അതിനെക്കുറിച്ച് കുട്ടികൾക്ക് അറിവുണ്ടാകില്ല. അപ്പം അവരെ അങ്ങനെ സ്കൂളിലേക്ക് വിടുമ്പോൾ പല വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പം ചിലരെന്താണ് ഇതെല്ലാം പഠിച്ചിട്ട് വരുന്നവരായിരിക്കാം. വീട്ടുകാർ ശ്രദ്ധിച്ചിട്ടോ അല്ലെങ്കിൽ ട്യൂഷനിലോ ഒക്കെ വിട്ടിട്ട് കുട്ടികൾക്ക് കുറേയധികം അറിവുമായിട്ടായിരിക്കും മിക്ക കുട്ടികളും സ്കൂളിലേക്ക് വരുന്നത്. അപ്പം നമ്മുടെ കുട്ടിക്ക് ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സിലേക്ക് ചെന്നിരിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നു, അവരെ ഓരോന്നിനും തിരിച്ചറിയുന്നു, ഓരോന്നിനെക്കുറിച്ച് പറയുന്നു എന്നിതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടി എന്താണ് ഇത് അറിയത്തില്ലെങ്കിൽ അങ്ങ് മൗനം പാലിക്കുകയാണ് ചെയ്യാൻ പറ്റുക. അപ്പം അവൻ്റെ ഉള്ളിൽ എന്താണ് ഒരു ഭയം തോന്നി തുടങ്ങും. എനിക്കറിയില്ല, അല്ലെ അവർക്കെല്ലാം അറിയാം, എൻ്റെ കൂട്ടുകാർക്കെല്ലാം അറിയാം. ആ കുഞ്ഞിലെ തന്നെ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ തന്നെ ആ ഒരു തോന്നൽ ഉണ്ടാവാൻ തുടങ്ങും. ആ ഒരു തോന്നൽ ചിലപ്പോൾ എന്താണ് പഠിത്തത്തോടുള്ള വെറുപ്പിന് അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മയിലേക്ക് അവരെ നയിക്കും. മനസ്സിലായോ? അപ്പം ചിലർക്ക് പിന്നെ പഠിക്കാൻ പോകാൻ തോന്നില്ല. ഇത് ഞാൻ പറയുന്നത് കറക്റ്റ് കാര്യമാണ്. അതിലൊരു മാറ്റവും വേണ്ട. ഇങ്ങനെ ചിന്തിക്കുന്ന കുഞ്ഞു മനസ്സുകളുണ്ട്. ചില ടീച്ചർമാരെയൊക്കെ ഇഷ്ടമില്ലാത്ത അവർ തല്ലുമെന്ന് പേടിച്ച് പോകും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിത്തത്തിനോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ അറിവ് നേടേണ്ട സമയത്ത് അവർക്ക് നേടാൻ പറ്റാതെ വരുമ്പോൾ മറ്റുള്ള കുട്ടികൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തനിക്കിത് അറിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കറിയില്ലെന്നോ പറയുമ്പോൾ ടീച്ചർ അല്ലെങ്കിൽ കൂട്ടുകാർ കളിയാക്കുമല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ഉള്ളിലുള്ള തോന്നൽ ആ കുഞ്ഞു മനസ്സിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും. അതവനെ പഠിത്തത്തിൽ ബാധിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അത്യാവശ്യം കുറേ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം സ്കൂളിലേക്ക് വിടുക. കാരണം തനിക്കറിയാം എന്ന് ഉള്ളിലൊരു തോന്നൽ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ആ ഇൻട്രസ്റ്റ് കൂടുകയുള്ളൂ. വീണ്ടും പഠിക്കാനുള്ള താല്പര്യം കൂടും. കാരണം മറ്റു കുട്ടികളുടെ മുന്നിൽ തനിക്ക് പറയാനുണ്ട്, താൻ പഠിച്ചു, താൻ മിടുക്കനാണ് എന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ രൂപപ്പെടാൻ തുടങ്ങും. അവൻ വീണ്ടും വീണ്ടും പഠിക്കണം എന്നുള്ള ചിന്ത ഉള്ളിൽ നിന്നുണ്ടാവാൻ തുടങ്ങും. അതാണ് കുറേയധികം പഠിച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്നതും പഠിക്കാതെ സ്കൂളിലേക്ക് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം തീർച്ചയായിട്ടും കുഞ്ഞു കുട്ടികളെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ പഠിപ്പിച്ചിട്ട് വേണം സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ. അവിടെ നിന്ന് അവർ സ്കൂളിൽ പഠിപ്പിക്കും എന്ന് കരുതി നമ്മൾ ചിന്തിക്കരുത്. അവർ അത്യാവശ്യം പഠിച്ചിട്ട് പോയാൽ അവർക്കൊന്നുകൂടെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ തറവാകുകയാണ് ചെയ്യുന്നത് ആ ഓരോ കാര്യങ്ങളും. അപ്പോൾ അവൻ്റെ കോൺഫിഡൻസ് കൂടും. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതത്തിലായാലും അങ്ങനെയല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങളാകുമ്പം നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിലും. അവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി പഠിത്തത്തിനോട് വീണ്ടും വീണ്ടും ഒരാവേശം തോന്നുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? മറ്റുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ തനിക്ക് അറിയാമെന്നുള്ള ആ അഭിമാനം കൂടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സന്തോഷം കിട്ടാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ മനസ്സപ്പോൾ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ശ്രമം പഠിത്തത്തിലെ പുരോഗതിയിലേക്ക് നയിക്കും. അതുകൊണ്ട് കുഞ്ഞു കുട്ടികളെ പ്രത്യേകിച്ചും കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം ക്ലാസ്സിലേക്ക് വിടുക. വലിയ കുട്ടികളെ ആണെങ്കിൽ വെക്കേഷൻ സമയത്ത് നന്നായി ശ്രദ്ധിക്കുക. പിന്നീട് അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 2 മാസം നിങ്ങൾ രക്ഷിതാക്കൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. നിങ്ങൾക്ക് മാത്രമായി കുട്ടികളെ കിട്ടുന്ന ഒരു ടൈമാണ്. സ്കൂളിൽ പോകേണ്ട ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ ചിലവഴിക്കേണ്ടത് നിങ്ങൾക്കൊപ്പമാണ്. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ ഒരു കടമ നമ്മൾ ഒരിക്കലും മറന്നു പോകാനും പാടില്ല. പിന്നെ വേനലാണ്, നന്നായി വെള്ളം കുടിക്കുന്ന കാര്യം കുട്ടികളോട് പറയാം. ചൂട് കൂടി വരികയാണ്. ഉച്ച സമയത്ത് ആ ഒരു ടൈം ഏറ്റവും പീക്ക് ടൈമിലെത്തുന്ന ആ ഒരു ചൂടിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു ടൈമിൽ യാതൊരു കാരണവശാലും കുട്ടികളെ കളിക്കാനായിട്ട് വിടാതിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക. സൂര്യതാപം ഉണ്ടാകും, അത് നമ്മുടെ ശരീരത്തിൽ പൊള്ളലുണ്ടാകും, നീറ്റിലെടുക്കും, വളരെ അസ്വസ്ഥമായിരിക്കും നമ്മുടെ ശരീരവും മനസ്സും, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ.